അങ്ങനെ നമ്മുടെ നീതു സുധീഷിനോട് പറയാണ് ഹരീഷ് ഏത് നേരം അവളോട് വെറുതെ വഴക്കൂടാണ്. ഞാൻ സുഭാഷ് ഏട്ടനെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാമെന്ന് ഉദ്ദേശിച്ചത് ആരെങ്കിലും കല്യാണം കഴിക്കാനല്ല. എത്രയും പെട്ടെന്ന് ഒന്ന് കല്യാണം കഴിച്ചാൽ എന്നെ ഹരീഷ് കല്യാണം കഴിക്കുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എത്രയും ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കല്യാണ ആലോചനയിൽ പോയി പെടുന്നു ഞാൻ അറിഞ്ഞോ? അതിന് എന്നോട് വെറുതെ ഹരീഷ് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കൂല ഒന്നുമില്ല എന്നൊക്കെ പറയണത്. എന്തായാലും നമ്മുടെ സുധീഷ് പറയണ്ടത് നീ വിഷമിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീതുവിനി ഹരീഷിനി രണ്ടാളെ അടുത്തടുത്ത് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, എടാ എൻ്റെ കൈ തായോ മോളെ, എൻ്റെ കൈ തായോ എന്നൊക്കെ പറയുന്നത്, നീ എൻ്റെ അനിയത്തിയല്ലേ കൈ തായോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൈ തമ്മിൽ നമ്മളെ പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ രണ്ടാളും ഇനി കോംപ്രമൈസായി, ഈ നിങ്ങൾ രണ്ടാളും ഒരിക്കലും അടി കൂടാൻ പാടില്ല, വെറുതെ അടി കൂടി കളയാളതല്ല ജീവിതം, നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളുടെ കൈയും പിടിപ്പിച്ചിട്ട് സന്തോഷമായിട്ട് നമ്മുടെ സുധീഷ് പോകുന്നുണ്ട്. എന്തായാലും സുധീഷ് ഇറങ്ങുമ്പോഴോ നമ്മുടെ ഗായത്രി ആണെങ്കിൽ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വിചാരിക്കുന്നുണ്ട് തുടങ്ങി ഇവളുടെ ശല്യം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും അവൻ ഫോൺ എടുക്കുന്നുണ്ട് ഗായത്രിയുടെ. എന്നിട്ട് പറയുന്നത്, ഗായത്രി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണാണ്ട് ഇവിടേക്ക് ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുധീഷ് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഗായത്രി അവന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആ സുധീഷിന് വേണ്ടിയിട്ട്. നിങ്ങളെ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗായത്രി. അയ്യോ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതെ നീ ഇപ്പം ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഗായത്രി പറയുന്നുണ്ട്, നമുക്കൊന്ന് പുറത്ത് പോയി കോഫി കുടിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ എനിക്കിപ്പോൾ സമയമില്ല, എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ സുധീഷ്. എന്നാൽ എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമോ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗായത്രി. ആയിക്കോട്ടെ കയറുമെന്ന് പറയുന്നത്. എന്തായാലും കാറിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗായത്രിക്കാണെങ്കിൽ വലിയ സന്തോഷമുണ്ട് സുധീഷിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ. എന്തായാലും പോണ വഴിയിൽ നമ്മുടെ ഗായത്രി പറയണ്ടേ, എൻ്റെ വൈകുന്നേരം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ ഗംഭീര പാർട്ടി ഉണ്ട്, വരുമോ? വരില്ല എന്ന് മാത്രം പറയരുത് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയണ്ടേ. എന്തായാലും നമ്മുടെ സുധീഷ് ഇത് കേട്ടിട്ട് പറഞ്ഞിട്ട് ആയിക്കോട്ടെ വരാം. എന്തായാലും വീടെത്തിട്ട് നമ്മളെ ഗായത്രി ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണതോ നിധി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷും നികേഷും കൂടി ഗംഭീരമായിട്ട് ഓൺലൈനിൽ ഗെയിം കളിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറഞ്ഞിട്ട് അങ്ങോട്ട് അടിക്കണം എന്നൊക്കെ പറയേണ്ട ഗെയിമിൽ. ആ സമയത്ത് നമ്മുടെ നികേഷും പറയണ്ട ഏട്ടാ അങ്ങോട്ട് ചെയ്യുന്നൊക്കെ പറയണ്ടേ. നമ്മുടെ നിധി ഓഫീസിൽ നിന്ന് ജോലി മാറ്റിയിട്ട് വന്നതുപോലെ അവർ രണ്ടാളും ശ്രദ്ധിക്കാതെ ഗംഭീരമായിട്ട് ഗെയിം കളിക്കുകയാണ്. ആ സമയത്ത് നിധി എടാ നികേഷ് നോക്കടാ എന്ന് പറയുന്നത്. ആ സമയത്ത് രണ്ടാളും ഗെയിം ഔട്ടായിട്ട് നിർത്തുന്നുണ്ട്. ആ ഏടത്തി വന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എത്ര നേരമായി നിങ്ങളെ വിളിക്കണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടായിരുന്നു പറയുമ്പോൾ ഞങ്ങൾ ഓൺലൈൻ ഗെയിം കളിക്കുക ഏടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഒരു ചായ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, വേണമെങ്കിൽ പോയി ഇട്ടോളാൻ പറയുന്നുണ്ട് നമ്മുടെ സുധീഷിനോട് നിധി. ആ സമയത്ത് നമ്മുടെ നികേഷ് നിധിയോട് ചോദിക്കേണ്ടത് എന്തൊക്കെ എടുത്തിരുന്ന ഓഫീസിലെ വിശേഷങ്ങൾ എന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ നിധി പറയേണ്ട എടാ അന്ന് സിദ്ധാർത്ഥ് സാർ എന്നെ കോഫി കുടിക്കാൻ വിളിച്ചിരുന്നു, ഞാൻ ഇന്ന് പ്രോജക്റ്റ് അടിപൊളിയായി ചെയ്തു എന്നൊക്കെ പറയേണ്ടത്. ആ സമയത്ത് നമ്മുടെ നികേഷ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ തൊട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, സുധീഷിനത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥ് കോഫി കുടിക്കാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ. ആ സമയത്ത് നിന്നെ മാത്രമല്ല കോഫി കുടിക്കാൻ വിളിച്ചിട്ട് എന്നെ എൻ്റെ ഗായുന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും പോവാൻ ഒരുങ്ങാണെന്ന് പറഞ്ഞിട്ട് റൂമിനുള്ളിൽ പോയിട്ട് എടാ ഇതിൽ ഏത് ഷർട്ടാണ് ഞാൻ ഇടേണ്ടതെന്നൊക്കെ നികേഷിനോട് ഇങ്ങനെ നീതി കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയേണ്ട. ആ സമയത്ത് നിങ്ങൾ ഏതാ ചട്ടോളി എന്ന് പറയുന്നത് നമ്മുടെ നികേഷ്. എന്തായാലും നമ്മുടെ സുധീഷ് അടിപൊളിയായിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതി കോഫിയും കൊണ്ട് വരുന്നുണ്ട്. ഈ കോഫി ആർക്ക് വേണം, എനിക്ക് എന്താ ബർത്ത്ഡേ ഫംഗ്ഷനിൽ അടിപൊളിയായിട്ട് ഓരോന്ന് കിട്ടും, അപ്പോഴല്ലേ ഈ കോഫി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും സുധീഷ് ബർത്ത്ഡേ ഫംഗ്ഷനും പോകുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്ന സമയത്ത് അവൾ എത്തിയിട്ട് അവൻ ഇതല്ലേ ലൊക്കേഷൻ ഗായത്രി അയച്ചു, ഇവിടെ എവിടെയെന്നാവോ വീട്, ഒരുപാട് വീടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഗായത്രിയെ വിളിക്കുന്നുണ്ട്. ഗായത്രി പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ സുധീഷിന് കയ്യിലൊക്കെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ സുധീഷിനാണെങ്കിൽ ഒരുമാതിരി തൊയിരക്കേടാവുണ്ട്. ഇവളിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് വിടാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗായത്രി ആണെങ്കിലും അവനെ വിടുന്നില്ല. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സുമാരുടെ മുന്നിലും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, എന്താണ് എൻ്റെ ലവർ സുധീഷ് എന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. കാരണം സുധീഷ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അവൻ വെറുതെ നമ്മുടെ നിധിയെ വെറുപ്പേറ്റാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഗായത്രിയോട് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നു. എന്തായാലും എല്ലാവർക്കും വലിയ ഇഷ്ടമാണുണ്ട്. എല്ലാവരും കേക്കൊക്കെ മുറിക്കാൻ നമ്മുടെ ഗായത്രി സുധീഷിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഗായത്രിയോട് പറയുന്നത് നിന്നല്ലേ ബർത്ത്ഡേ നീ മുറിച്ചോന്നൊക്കെ പറയുന്നത്. സുധീഷിനെയും കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് രണ്ടാളും കൂടി കേക്കൊക്കെ മുറിക്കേണ്ടത്. എന്നിട്ട് സുധീഷിൻ്റെ വായിലൊക്കെ കൊടുക്കേണ്ടത്. സുധീഷിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അവൻ്റെ മനസ്സിൽ നിധി മാത്രമല്ല, അതുകൊണ്ട് ഇഷ്ടമൊന്നും പെടുന്നില്ല. അത് കഴിയുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ആ സമയത്ത് ഗായത്രി ചോദിക്കുന്നുണ്ട്, ഞാൻ രാവിലെ പറഞ്ഞതല്ലേ എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊണ്ടുവന്നില്ലേ ചോദിക്കുന്നുണ്ട് ഗായത്രി. ആ സമയത്ത് നമ്മുടെ സുധീഷിനാണെങ്കിൽ ഒരുമാതിരി നാണക്കേടാവുണ്ട്. അവൻ വേഗം അവിടെ ഒരു ബൊക്കെ ഉണ്ടായിരുന്ന ഒരു റോസ് എടുത്തിട്ട് നമ്മുടെ ഗായത്രിക്ക് കൊടുത്തിട്ട് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. കാരണം അവന് റോസ് കൊടുത്തിട്ടല്ല ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്കേറെ വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈ തട്ടണമൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഗായത്രി അവൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. നമ്മുടെ സുധീഷിനാണെങ്കിൽ ഇത് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നില്ല. എന്തായാലും അവൻ പറയുന്നത് ഞാൻ ഇപ്പോൾ വരാം ഗായത്രി, എനിക്കൊന്ന് റെസ്റ്റ് റൂമിലേക്ക് പോകണപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ മെല്ലെ ഒഴിവാവുന്നുണ്ട്. അവൻ വേഗം ബൈക്ക് എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോണ സമയത്തോ നമ്മുടെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും.
കഴിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടനും ഹരീഷും നികേഷും നിധിയും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഓംലേറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അത് സുധീഷിന് വേണ്ടി കരുതി വെച്ചതാണ്, സുധീഷ് ഇപ്പോൾ വരില്ല, അവനെ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അത് പറയുമ്പോഴാണ് നമ്മുടെ സുധീഷ് കയറി വേണ്ടത്. അതാ വന്നല്ലോ സുധീഷ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുഭാഷേട്ടൻ. ഏട്ടാ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കേണ്ട നമ്മുടെ സുഭാഷേട്ടൻ സുധീഷിനോട്. ഇല്ല ഏട്ടാ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നിധി പറയും, നിങ്ങളല്ലേ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് പോയി, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ ആകുമ്പോൾ, ഇല്ല ഞാൻ അവിടെ നിന്നൊന്നും കഴിക്കാതെ പോകുന്നു പറയുന്നത്. അവനാണെങ്കിൽ ആകെ വല്ലാത്ത വിഷമം. ഇങ്ങനെയൊക്കെ നമ്മുടെ ഗായത്രി എല്ലാ ഫ്രണ്ട്സുമാരുടെ മുന്നിലും അവനെ ലവറാന്ന് പരിചയപ്പെടുത്തിയില്ല. അവനാണെങ്കിൽ ആകെ അതെന്നെ ഓർത്തിട്ട് വല്ലാത്ത വിഷമം. അവൻ എന്തായാലും ആ പെൺകുട്ടീനെ വെറുതെ മോഹിപ്പിച്ചില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവൻ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ദോശ വേണോ കൂട്ടാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുധീഷാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ അവൻ വലിച്ചു വാരി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം. അവൻ എത്രമാത്രം കഴിക്കണമെന്ന് അവൻ തന്നെ അറിയില്ല. ഏട്ടാ അത് തരൂ, ഒരു ദോശ തരൂ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ സുധീഷ് ഏട്ടനെ എന്താ പറ്റിയേ, ഇങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ, എന്താ പറ്റിയെന്ന് ഇങ്ങനെ എല്ലാവരും നമ്മുടെ സുധീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.